ഇന്ന് താമരച്ചെടിയെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു താമരയുടെ ട്യൂബർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നടുന്ന സമയത്ത് നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു താമരയുടെ ട്യൂബറൊക്കെ നടുന്നത്. നമ്മൾക്ക് താമര ട്യൂബറായിട്ട് റണ്ണറായിട്ടും ഒക്കെ വെക്കാം. ഞങ്ങളിപ്പോൾ ഒരു ട്യൂബറാണ് വെക്കുന്നത്. അപ്പം അതിനായിട്ട് ഞങ്ങൾ ഒരു ബേസിൻ എടുത്തിട്ടുണ്ട്. ഇത്രയും മുഴുപ്പിലുള്ള ഒരു ബേസിനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കുറച്ച് ചാണാപ്പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ആ മണ്ണും ചാണാപ്പൊടിയും കൂടി ഒന്ന് വകഞ്ഞ് വെച്ചിട്ട് ഇതുപോലെ ഒരു കൈ കൊണ്ട് ഒരു കുഴി പോലെ ഒരു സൈഡിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ട്യൂബർ അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് വെള്ളം ഒഴിക്കുമ്പോൾ പൊങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ മണ്ണിട്ട് നമുക്ക് മൂടി കൊടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ആ മുള വരുന്ന ഭാഗം മുകളിലേക്ക് വയ്ക്കുക. ഇതിനകത്ത് ഇപ്പം എനിക്ക് കിട്ടിയ ട്യൂബറിലെ ഇലയൊന്നും ഇല്ലായിരുന്നു, വേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് ഭാഗവും ഞാൻ കുറച്ച് വേര് തോന്നിക്കുന്ന ഭാഗവും അതുപോലെ മുള വരുന്ന ആ രണ്ട് വശവും കുറച്ച് മണ്ണ് ഇല്ലാതെ പൊക്കി വെച്ചിരുന്നു, സ്വല്പം കുറച്ച്. അതിനുശേഷം നമ്മൾക്ക് ഇതുപോലെ ഒരു ഇല എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിറച്ച് വെള്ളം ഒഴിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം നേരിട്ട് വെള്ളം ഒഴിച്ചാൽ ആ ഭാഗം കുഴിഞ്ഞു പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇല വെച്ചിട്ട് ഇലയുടെ മുകളിലേക്കാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമുക്ക് വെള്ളം നിറച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മൾ വേര് പൊട്ടുന്ന ഭാഗം, വേര് മുളച്ച് വരുന്ന ഭാഗം രണ്ട് വശവും നമ്മൾ കുറച്ച് മണ്ണിടാതെ വെച്ചിട്ടുണ്ട്. അവിടുന്ന് വേണം നമ്മൾക്ക് അത് മുകളിലേക്ക് ശിഖരങ്ങൾ വരാനായിട്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഇതുപോലെ ഒഴിച്ച് നമുക്ക് നിറച്ച് വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ചിലവർ എല്ലുപൊടി ഇടും, അടിയിൽ എല്ലുപൊടിയും ചാണാപ്പൊടിയും കൂടി ഇട്ടിട്ട് മണ്ണ് ഇട്ട് കൊടുക്കും. ഞങ്ങൾ ഇപ്പോൾ ചാണാപ്പൊടി മാത്രമേ അടിയിലിട്ടിട്ടുള്ളൂ. അതിനുശേഷം നമ്മളുടെ പറമ്പിൽ വളക്കൂറുള്ള മണ്ണ് ഇട്ട് കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ ഇതുപോലെ വെള്ളം നിറയ്ക്കുന്നത്. അത് നെകക്കെ വെള്ളം വേണം. ഇപ്പം നമ്മളറിയാലോ, താമര നമ്മൾ അതിൻ്റെ തണ്ടുണ്ടായി മുകളിലേക്ക് വന്ന ആ വെള്ളത്തിൻ്റെ മീതെ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തോണം. അവർ കിളുത്ത് പൊങ്ങി മുകളിലേക്ക് വന്നോളും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യമായിട്ടാണ് ഒരു താമര വെച്ച് വയ്ക്കുന്നത്. പക്ഷേ അത് കിളുക്കും. നല്ലൊരു ട്യൂബറായിരുന്നു, അതുകൊണ്ട് തന്നെ അത് കിളുക്കും. അപ്പം അങ്ങനെ വെള്ളം നിറഞ്ഞു വരികയാണ്. നമ്മൾ കുളത്തിലും ഒക്കെ വയ്ക്കാറുണ്ടല്ലേ താമര. ഇതുപോലെ ബേസിനിലൊക്കെ ആദ്യമായിട്ടാണ്. കണ്ടോ, ഇപ്പം ഞങ്ങൾ അങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കണ്ടോ, അതിന് തണ്ട് വന്നു. കണ്ടോ, അതിന് ഇല വന്നു. അതിൻ്റെ കണ്ടോ, ഒരു ശിഖരം മേളിലേക്ക്, അതിൻ്റെ ആ ഒരു ശിഖരം മേളിലേക്ക് വന്ന് ഒരിലയായി. കണ്ടോ, ഇനി അത് കിളുത്തോളും, ഇനി അത് പോകത്തില്ല. ഇനി അത് ധാരാളം ശിഖരങ്ങളൊക്കെ ഉണ്ടായി. ചെന്താമരയാണ് കേട്ടോ. പൂക്കളൊക്കെ ഉണ്ടായിക്കോളും എന്ന് കരുതുന്നു. പൂക്കളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ അതിൻ്റെ മുള വന്നെന്നുള്ളതാണ്. കണ്ടോ, അതിനോട് ചേർത്ത് ഞങ്ങൾക്ക് കുറച്ച് കാന്താരിയൊക്കെ ഉണ്ട് കേട്ടോ. കാന്താരികളിൽ നിന്നൊക്കെ കാന്താരി ഉണ്ടാകാൻ തുടങ്ങി. നമ്മൾക്കിത് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ കാന്താരി തൈയാണ്. അതെല്ലാം വലുതായി. അതിനകത്തൊക്കെ കാന്താരി ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, എല്ലാത്തിലും നല്ല പൂവുമുണ്ട്. അപ്പം നമ്മൾ താമര സെറ്റ് ചെയ്തതിൻ്റെ അരികിൽ തന്നെയാണ് ഇത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ ഒന്ന് കാണിച്ചത്. അതോടൊപ്പം തന്നെ നിറച്ച് തുളസി ഉണ്ടായി നിൽപ്പുണ്ട്. തന്നെ കിളുത്ത് വരുന്നത്, നിറച്ച് തുളസിയുണ്ട്. തുളസി ആയത് കാരണം പിന്നെ ഞങ്ങളത് പറിച്ച് കളയുന്നില്ല. കണ്ടോ, നിറച്ച് തുളസിയും ഉണ്ട്.
കാന്താരിയോട് ചേർന്ന് തന്നെ. ഓക്കേ, ബൈ ബൈ.